കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മോഡുലസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളാർ ഫോം റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ, അതോടൊപ്പം nth റൂട്ട് എവാലുവേഷനുമാണ്. ആദ്യം പോളാർ ഫോം. പോളാർ ഫോം എന്തെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കോംപ്ലക്സ് നമ്പറുമായിട്ട് കണക്റ്റഡ് ആയിട്ട്, കോംപ്ലക്സ് നമ്പർ നമുക്കറിയാം നമ്മളൊരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം പ്ലെയിനിൽ z is equal to x plus iy. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മോഡുലസ് ഡിഫൈൻ ചെയ്തത് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നു ഈ ആംഗിൾ, അതിന് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് വിളിക്കും. സോ ആർഗ്യുമെന്റ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. Argument of a complex number. The angle made by the complex number z with positive x-axis. So complex number z positive x-axis ആയിട്ട് മേക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കേസിൽ ഈ ലൈൻ പോസിറ്റീവ് x-axis ആയിട്ട് മേക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇത് സപ്പോസ് ഇറ്റ് ഇസ് തീറ്റ, 2π plus തീറ്റയും നമ്മൾ ആർഗ്യുമെന്റ് എന്ന് വിളിക്കും. ആൻഡ് വീണ്ടും ഒരു 2π കൂടി ആഡ് ചെയ്താലും അതേ കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് തന്നെയാണ്. സോ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഒരു ആർഗ്യുമെന്റ് അല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ട്. ആൻഡ് 2kπ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ k belongs to z. If theta is an argument, theta plus 2kπ where k belongs to z, 2π ഇങ്ങനെ ആഡ് ചെയ്യാൻ തിരിച്ചും കൊണ്ടുവരാം, -2π ചെയ്യാം, ഇങ്ങനെയൊക്കെയും ചെയ്യാം, -2π ചെയ്യാം, -4π ചെയ്യാം, -6π ചെയ്യാം. ഇതൊക്കെയും തന്നെയാണ് കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് ആണ്. That argument theta which lies between -π and π is called principal argument. Arguments തന്നെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്നുള്ളത്, അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൽ. അതിൽ -πന്റെയും πന്റെയും ഇടയിൽ അതിൽ π ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവുന്ന ഒരു കോംപ്ലക്സ് നമ്പറിന് അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വിളിക്കുന്നത്. ആൻഡ് ഡിനോട്ടഡ് ബൈ ആർഗ് z. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ആർഗ് z, അതായത് സിംപ്ലി ആർഗ്യുമെന്റ് is equal to ആർഗ് z. ഇത് -πന്റെയും πന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്, പ്ലസ് 2kπ where k belongs to z എന്ന് എഴുതിയാലും തെറ്റില്ല. അതായത് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിനോട് ഒരു 2kπ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും ഒക്കെയും ഇത് തന്നെയാണ് ആർഗ്യുമെന്റ്സ് ആണ്. ഇനി നോക്കുന്ന ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കേസിൽ ആർഗ്യുമെന്റ് എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. കോംപ്ലക്സ് നമ്പറിന്റെ കേസിൽ ആർഗ്യുമെന്റ് ഇവാലുവേഷനിൽ കുറെ പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, കോംപ്ലക്സ് നമ്പർ is on positive x-axis. ഇവിടെ 1 2 3 etc. പോസിറ്റീവ് x-axis ആണെങ്കിൽ arg z is nothing but 0. Now second, പോസിറ്റീവ് y-axis ആണെങ്കിൽ, പോസിറ്റീവ് y-axis ൽ വരുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ i ഉണ്ട്, 2i ഉണ്ട്, 3i യുടെ മൾട്ടിപ്പിൾസ് ഒക്കെ. ആ കേസിൽ arg z is π/2, ഈ ആംഗിൾ. Now for the complex numbers on negative x-axis, that is -1 -2 etc. negative x-axis വരുന്ന complex numbers ന് arg z is equal to π, ഈ ആംഗിൾ ആണ്. ആൻഡ് നെഗറ്റീവ് y-axis വരുന്ന complex numbers ന്റെ കേസിൽ നെഗറ്റീവ് y-axis വരുന്ന complex numbers -i is there, -2i ഇതൊക്കെ വരും. arg z is ഈ ആംഗിൾ ആണ് വരുന്നത്, കാരണം -πന്റെയും πന്റെയും ഇടയ്ക്ക് വരുന്നത്, that is -π/2. ഇനിയുള്ള പ്രശ്നം, കോംപ്ലക്സ് നമ്പർ ഇവിടെ ഒന്നും അല്ലെങ്കിൽ, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലോ സെക്കൻഡ് ക്വാഡ്രന്റിലോ തേർഡ് ക്വാഡ്രന്റിലോ ഫോർത്ത് ക്വാഡ്രന്റിലോ വരുന്ന കേസിൽ ഫൈൻഡ് ആൽഫ such that suppose z is the complex number x plus iy. ഇങ്ങനെ നമുക്ക് എടുക്കാം. Find alpha such that tan alpha is equal to modulus of y by modulus of x. y by x, ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ y by x എന്ന് പറയാം, അല്ലാത്ത കേസിൽ mod y by mod x എന്നുള്ള രീതിയിൽ ആൽഫ കണ്ടെത്താം. എന്നിട്ട് കോംപ്ലക്സ് നമ്പറിന്റെ പൊസിഷൻ നോക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ ഈ ആർഗ് z ആൽഫ തന്നെ. ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ മൈനസ് ആൽഫ, സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ പൈ മൈനസ് ആൽഫ ആണ്. ആൻഡ് തേർഡ് ക്വാഡ്രന്റിൽ വരുന്ന കേസിൽ ആൽഫ മൈനസ് പൈ. പോസിറ്റീവ് x-axis 0, പോസിറ്റീവ് y-axis π/2, നെഗറ്റീവ് x-axis പൈ, നെഗറ്റീവ് y-axis -π/2. അല്ലാത്ത കേസിൽ ഫൈൻഡ് ആൽഫ that tan alpha is equal to mod y by mod x. ആൽഫ കിട്ടിയതിനു ശേഷം കോംപ്ലക്സ് നമ്പറിന്റെ പൊസിഷൻ നോക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ
alpha, fourth quadrant minus alpha, second quadrant pi minus alpha, and third quadrant alpha minus pi. So ഇങ്ങനെയാണ് കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് ഇവാലുവേഷൻ. സോ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ആ ആംഗിൾ ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് r z plus 2k pi where k belongs to z ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഓരോന്നും കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് തന്നെയാണ്. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ r z കാണാനുള്ള കാര്യങ്ങളാണ്. അതിനോട് 2k pi ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിന്റെ ആർഗ്യുമെന്റ്സ് തന്നെയാണ്. ഇനി എങ്ങനെയാണ് എന്താണ് പോളാർ representation of the complex number എന്നുള്ളത് നോക്കാം. ഇങ്ങനെയാണ് പോളാർ representation. If r is the modulus and theta is the argument of a complex number z. നമ്മൾ ആ കോംപ്ലക്സ് നമ്പറിന്റെ കേസിൽ z എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ എടുത്താൽ ഇതാണ് r, ഈ ആംഗിൾ ആണ് തീറ്റ. Now if this complex number is x plus iy, ഇത് x വരും, ഇത് y വരും. So x by r is equal to cos theta, x is equal to r cos theta and y is equal to r sin theta. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ r cos theta plus i r sin theta എന്ന് വരും. r പുറത്തെടുക്കുന്നു, r into cos theta plus i sin theta. അപ്പോൾ ഈ രീതിയിൽ in terms of modulus and argument, അപ്പോൾ കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം റെപ്രസെന്റ് ചെയ്യണം. നമുക്ക് ആദ്യം മോഡുലസ് വേണം, that is root of x over y square, and argument വേണം തീറ്റ. അത് നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു. ആർഗ്യുമെന്റ് തീറ്റ മോഡുലസ് r ആണെങ്കിൽ r into cos theta plus i sin theta എന്നുള്ള രീതിയിൽ നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് പോളാർ റെപ്രസെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് z കോൺജുഗേറ്റ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ, z കോൺജുഗേറ്റ് ഇത് z ആണെങ്കിൽ z കോൺജുഗേറ്റ് ഇവിടെയല്ല, ഇത് z കോൺജുഗേറ്റ്. അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ മൈനസ് തീറ്റ വരണം, x മൈനസ് i by വരും. സോ z കോൺജുഗേറ്റ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ r into cos theta minus i sin theta. ഒന്നുകിൽ x plus iy ആണെങ്കിൽ ഇത് x minus iy ആണ്. So x r cos theta, y r sin theta. So r into cos theta minus sin theta എന്ന് പറയാം. അല്ലെങ്കിൽ ഈ z കോൺജുഗേറ്റിന്റെ മോഡുലസ് is r itself and argument is minus theta. So r into cos minus theta plus i sin minus theta and sin minus theta is minus sin theta. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ റിസൾട്ട് ഫോം ചെയ്യാം. രണ്ട് കോംപ്ലക്സ് നമ്പർ എടുക്കുക. z1 is equal to r1 cos theta 1 plus i sin theta 1 ഒരു കോംപ്ലക്സ് നമ്പർ, and z2 is equal to r2 cos theta 2 plus i sin theta 2 രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ z1 z2 is equal to r1 r2 into cos theta 1 plus i sin theta 1 into cos theta 2 plus i sin theta 2 എന്ന് വരും. And multiply ചെയ്ത് കഴിഞ്ഞാൽ r1 r2 into cos theta 1 cos theta 2. റിയൽ പാർട്ടുകൾ മാത്രം നമ്മൾ ആദ്യം നോക്കി കഴിഞ്ഞാൽ cos theta 1 cos theta 2 and i sin theta 1 i sin theta 2. multiply ചെയ്യുന്ന സമയത്ത് i square minus 1 i, so minus sin theta 1 sin theta 2 അത്രയും വരും. പ്ലസ് i into i വരുന്ന കേസിലോ പറഞ്ഞാൽ i sin theta 1 cos theta 2, so sin theta 1 cos theta 2 plus അതേപോലെ cos theta 1 sin theta 2. That is r1 r2. ഇത് cos a cos b minus sin a sin b, cos of a plus b ആണ്. So cos of theta 1 plus theta 2 plus i into ഇത് sin a cos b plus cos a sin b, sin of a plus b ആണ്. So sin of theta 1 plus theta 2. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ z1 z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് r1 r2 and ആർഗ്യുമെന്റ് അതായത് പോളാർ ഫോമിലാണ്. ഇത് പോളാർ ഫോമിലാണ് ഒരു നമ്പർ ഇൻടു cos of an angle plus i sin of an angle. ഇത് ആർഗ്യുമെന്റ്, ഇത് മോഡുലസ്. So modulus of z1 z2 is equal to r1 r2. Now what is r1? Mod z1 and r2 mod z2. അങ്ങനെ റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ argument of z1 z2 is equal to theta 1 plus theta 2 ആണ്. Now what is theta 1? z1 argument. So argument of z1 plus argument of z2. ഇതേപോലെ z1 by z2 എടുത്തു കഴിഞ്ഞാൽ modulus of z1 by z2 നമുക്ക് r1 by r2 കിട്ടും, mod z1 by mod z2. അതേപോലെ argument of z1 by z2 is equal to
theta 1 minus theta 2 എന്നാ കിട്ടുക. So argument of z1 minus argument of z2. അപ്പോൾ അതും ഈ പോളാർ റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പോളാർ റെപ്രസെന്റേഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ചില കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പോളാർ റെപ്രസെന്റേഷൻസ് നോക്കാം പ്രോബ്ലംസ് ആയിട്ട്. Find the polar form of the following. Polar form r into cos theta plus I sin theta ആണ്. അപ്പോൾ അതിൽ r മോഡുലസ് ആണ്. അപ്പോൾ ആദ്യം ഈ കോംപ്ലക്സ് നമ്പറിന്റെ കേസിൽ മോഡുലസ് കാണാം. മോഡുലസ് r is equal to root of x square plus y square ആണ്. ഇവിടെ x 1 ആണ്. So x is equal to 1. x 1 ആണ് and y is minus root 3. So root of x square plus y square 1 plus root 3 square 3i 4, that is 2. Modulus 2 ആണ്. ഇനി വേണ്ടത് ആർഗ്യുമെന്റ്, അത് ഈ കോംപ്ലക്സ് നമ്പർ എക്സ് ആക്സിലല്ല വൈ ആക്സിലല്ല ക്വാഡ്രൻസിലാണ്. ആ കേസിൽ നമ്മൾ ആൽഫ കാണും ബൈ യൂസിങ് ദ റിലേഷൻ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു മോഡ് വൈ ബൈ മോഡ് എക്സ്. സോ ഇവിടെ മോഡ് വൈ എന്ന് പറയുമ്പോൾ y is minus root 3. So mod y is root 3 and x 1 ആണ്. So tan alpha is equal to root 3. So alpha is pi by 3. 60 ആണ്. Tan 60 ആണ് root 3. എന്നിട്ട് ഈ കോംപ്ലക്സ് നമ്പറിന്റെ പൊസിഷൻ നോക്കുമ്പോൾ എവിടെയാണ്? x പോസിറ്റീവ് ആൻഡ് y നെഗറ്റീവ് ആണ്. സോ x പോസിറ്റീവ് y നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിലാണ്. സോ ഇവിടെയാണ് കോംപ്ലക്സ് നമ്പർ. സോ arg z is equal to minus alpha area, that is minus pi by 3. Therefore the polar form is r into cos theta plus I sin theta, and that is r in the value 2, cos minus pi by 3, cos minus pi by 3 is same as pi by 3, plus I into sin minus pi by 3 is minus sin pi by 3. So minus I sin pi by 3. അല്ലെങ്കിൽ cos minus pi by 3 plus I sin minus pi by 3 എന്നില്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ, ഇവിടെ എക്സിന്റെ വാല്യൂ x minus 2, y 2 root 3. So r is equal to root of x square plus y square, that is 4 into 3, what is 4. Then tan alpha is equal to mod y by mod x, gives minus root 3, no again root 3 na varea, 2 cut ചെയ്ത് പോയിട്ട് root 3 ആവും. So alpha is equal to pi by 3. കോംപ്ലക്സ് നമ്പറിന്റെ പൊസിഷൻ നോക്കുന്ന സമയത്ത് ഇത് x നെഗറ്റീവ് ആണ്, y പോസിറ്റീവ് ആണ്. സോ സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ arg z is equal to pi minus alpha, so that is pi minus pi by 3 equal to 2 pi by 3. Therefore polar form is r is 4 into cos 2 pi by 3 plus I sin 2 pi by 3. Now third, x minus root 3, y minus 1, modulus r is equal to root of x square, that is 3 plus 1, so 2, modulus 2i. Now tan alpha is equal to mod y by mod x. So mod y is 1 by root 3 എന്നാ വരിക, mod y by mod x. So alpha is equal to pi by 6. ഇനി കോംപ്ലക്സ് നമ്പറിന്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് ആണ്? രണ്ടും നെഗറ്റീവ് ആണ്. സോ തേർഡ് ക്വാഡ്രന്റ് ആവുന്ന സമയത്ത് arg z is equal to alpha minus pi ആണ്, that is pi by 6 minus pi, or minus of pi minus pi by 6. So simplify ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് minus 5 pi by 6 na. Therefore polar form z is equal to r into r എന്ന് പറഞ്ഞാൽ 2 ആണ്. So 2 into cos minus 5 pi by 6 plus I sin minus 5 pi by 6, അല്ലെങ്കിൽ 2 cos 5 pi by 6 minus I sin 5 pi by 6.
ഇനി പറയാൻ പോകുന്ന കോംപ്ലക്സ് നമ്പേഴ്സുമായിട്ട് കണക്ട് ആയിട്ടുള്ള രണ്ട് മെയിൻ ആയിട്ടുള്ള ഫോർമുലാസ് ആണ്. ഒന്ന് ഓയിലേഴ്സ് ഫോർമുല, അത് ഇക്വേഷൻ e raised to I theta is equal to cos theta plus I sin theta. E raised to I theta is equal to cos theta plus I sin theta. Cos theta plus I sin theta എന്ന് പറയുന്നത് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മോഡുലസ് 1 r into cos theta plus I sin theta ആണ്. അപ്പോൾ r 1 ആയിട്ട് വരുന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ cos theta plus I sin theta എന്ന് പറയുന്നത്, and that is equal to e raised to I theta. So modulus 1 ആർഗ്യുമെന്റ് തീറ്റയുമായിട്ട് കോംപ്ലക്സ് നമ്പർ നമ്മൾ e raised to I theta എന്നുള്ളത് സീരീസ് എക്സ്പാൻഷൻസുമായിട്ട് കണക്ട് ആയിട്ടാണ്. അപ്പോൾ ആ ഫോമിൽ ഓർത്തിരിക്കുക, cos theta plus I sin theta നമുക്ക് ഏത് ഫോമിൽ എഴുതാം, e raised to I theta എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ട് തന്നെ z is equal to വേറെ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പർ ആണത് r into cos theta plus I sin theta ആണെങ്കിൽ ഇവിടെ cos theta plus I sin theta നമുക്ക് e raised to I theta അല്ലെങ്കിൽ r e raised to I theta എന്നുള്ളത്. അപ്പോൾ കോംപ്ലക്സ് നമ്പറിന്റെ കേസിൽ കുറച്ചുകൂടി ചെറുതായിട്ടുള്ള എക്സ്പ്രഷനിലൂടെ നമ്മൾ പോവാണ്. r e raised to I theta എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ r എന്ന മോഡുലസ് ആൻഡ് തീറ്റ എഴുതി ആർഗ്യുമെന്റ്. തൊട്ട് മുന്നേ പറഞ്ഞ z1 z2 ന്റെ കേസിൽ നമുക്ക് ഇവിടെ എളുപ്പം പ്രൂവ് ചെയ്യാം. r1 മോഡുലസും θ1 ആർഗ്യുമെന്റ് ആണെങ്കിൽ r1 e raised to I θ1 into രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ എന്നത് r2 e raised to I θ2 ആണെങ്കിൽ r1 r2 e raised to a raised to m into a raised to n is a raised to m plus 1, so I into θ1 plus θ2. So z1 z2 ന്റെ മോഡുലസ് r1 r2 z1 z2 ന്റെ ആർഗ്യുമെന്റ് θ1 plus θ2 എന്ന്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. കുറേ മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് കൊണ്ടുവരികയായിരിക്കും നല്ലത്, ഈ ഓയിലർ ഫോമിലോട്ട് കൊണ്ടുവരികയായിരിക്കും നല്ലത്. ഈ രണ്ടാമത്തെ De Moivre's formula, that is cos theta plus I sin theta the whole raised to n is equal to cos n theta plus I sin n theta. And the angle n theta. Cos theta plus I sin theta the whole raised to n is equal to n equal to, so cos n theta plus I sin n theta. ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. cos theta plus I sin theta എന്ന് പറഞ്ഞാൽ നമുക്ക് e raised to I theta എന്നുള്ളത്, so all raised to n എന്നുള്ളത് e raised to I n theta. Then again we will apply the സമയത്ത് cos n theta plus I sin n theta. So ഒന്നുകൂടെ e raised to I theta is cos theta plus I sin theta, and De Moivre's formula is cos theta plus I sin theta all raised to n is equal to cos n theta plus I sin n theta. We need De Moivre's formula apply ചെയ്തിട്ട് നമ്മൾ nth roots of unity ലോട്ട് കടക്കുകയാണ്. nth roots of unity എന്ന് പറഞ്ഞാൽ the solutions of z raised to n is equal to 1. അതായത് raised to n എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടുന്ന z-കളെയാണ് നമ്മൾ വിളിക്കുന്നത് nth roots of unity എന്നുള്ളത്. പക്ഷേ ഈ z raised to n is equal to 1 എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു nth ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ അതിന് എക്സാക്ട്ലി n സൊല്യൂഷൻസ് ഉണ്ടാവും. ഇവിടെ കോംപ്ലക്സും കൂടെ ഡീൽ ചെയ്യുന്നത് റിയൽ അല്ല, കോംപ്ലക്സിലോട്ട് വന്നുകൊണ്ട് എക്സാക്ട്ലി n സൊല്യൂഷൻസ് നമുക്ക് പോസിബിൾ ആണ്. അതിൽ ചിലത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും, ചിലത് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. കോംപ്ലക്സ് സൊല്യൂഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കോഞ്ചുഗേറ്റ് പെയർസ് ആയിട്ടായിരിക്കും ഒക്കെ ചെയ്യുക, നമുക്കറിയാം. So z raised to n is equal to 1 in exactly n solutions ഉണ്ടാവും. വെറുതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ z is equal to 1 raised to 1 by n വരും, 1 എന്ന് വരും. ഈ 1 എന്ന് പറയുന്നത് that's a real solution. നമുക്കിവിടെ ബാക്കിയുള്ള സൊല്യൂഷൻസും കൂടെ വേണം. അതിന് ഈ 1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ കോംപ്ലക്സ് നമ്പർ ഇവിടെയായിരിക്കും. അപ്പൊ അതിന്റെ മോഡുലസ് 1 ആണ്, ആർഗ്യുമെന്റ് 0 ആണ്. സോ ആർഗ് z ഇവിടെ 0 ആണ്. പക്ഷെ ആർഗ് z 0 ആണെങ്കിൽ അതിനോട് 2k പൈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേ കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് ആണ് k belongs to z. സോ നമ്മൾ ഈ കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ എഴുതാം. 1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ മോഡുലസ് 1 ആണ്. സോ 1 into cos 2k pi plus I sin 2k pi എന്നാണ് k belongs to z. 0 plus 2k pi that means 2k pi. ഈ രീതിയിൽ now നമുക്ക് വേണ്ടത് z is equal to 1 raised to 1 by n ആണ്. So 1 raised to 1 by n is equal to cos 2k pi plus I sin 2k pi all raised to 1 by n.
where k belongs to z. Now by de Moivre's formula, this is equal to, so 1 raised to 1 by n is equal to n cos 2k pi by n plus I sin 2k pi by n. ഈ കെയുടെ വാല്യൂ നമ്മളിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 0 ആവുന്ന സമയത്ത് നമുക്ക് ഒരു വാല്യൂ കിട്ടും. ഞാൻ വെറുതെ അവിടെ എഴുതി നോക്കുകയാണ്. k equal to 0 ആവുന്ന സമയത്ത് കിട്ടുന്നത് cos 0 plus I sin 0, then cos 2 pi by n plus I sin 2 pi by n, cos 4 pi by n plus I sin 4 pi by n. ഇങ്ങനെ പോയിട്ട് cos 2 into n minus 1 pi by n വരും plus I sin 2 into n minus 1 pi by n വരും. k യുടെ വാല്യൂ n ആവുന്ന സമയത്ത് നമുക്ക് കിട്ടും cos 2n pi by n, n കട്ട് ചെയ്ത് cos 2 pi plus I sin 2 pi. ഇനി k യുടെ വാല്യൂ n plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, k യുടെ വാല്യൂ n plus 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷേ ഇത് 1 ആണ്, cos 0 യുടെ വാല്യൂ 1 ആണ്, sin 0 യുടെ വാല്യൂ 0 ആണ്. ഇതും 1 ആണ്, cos 2 pi യുടെ വാല്യൂ 1 ആണ്, sin 2 pi യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇതൊക്കെയും ഡിഫറെന്റ് ആണ്, ഇത് 1 ആണ്. വീണ്ടും ഇതേ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ k belongs to z നമുക്ക് ഏത് മാത്രം മതി, k varies from 0 1 2 3 etc n minus 1 വരെ മാത്രം മതി. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് എക്സാക്ട്ലി എത്ര റൂട്ട്സ് കിട്ടും, n റൂട്ട്സ് കിട്ടും. ഈ റൂട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റൂട്ട്സിനെ നമ്മൾ ഇതിനെ ഒമേഗ എന്ന് വിളിക്കാറുണ്ട്. ഇനി ഇതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അഗൈൻ de Moivre's ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഓൾ സ്ക്വയർ ചെയ്യുമ്പോൾ 2 കൊണ്ട് പുറത്ത് വരും. അപ്പോൾ 4 pi plus I sin 4 pi. സോ ഇത് ഒമേഗ സ്ക്വയർ ആവും, അടുത്ത ഒമേഗ ക്യൂബ് ആവും. And this is omega raised to n minus 1. So nth roots of unity, they are 1 omega, omega square, omega cube etc, omega raised to n minus 1, where omega is equal to cos 2 pi by n plus I sin 2 pi by n. ഈ കോംപ്ലക്സ് നമ്പറിന്റെ എല്ലാത്തിനും മോഡുലസ് 1 ആണ്. കാരണം cos theta plus I sin theta മോഡുലസ് എടുക്കുന്ന സമയത്ത് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ, സോ cos സ്ക്വയർ theta plus sin സ്ക്വയർ theta അതായത് 1 ആണ്. എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സിന്റെയും മോഡുലസ് ഏതാണ്, 1 ആണ്. മോഡുലസ് 1 ആയതുകൊണ്ട് ഈ കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ 1 ആണ്. അപ്പോൾ ഇവർ ഓരോരുത്തരും ഏതിലെ പോയിന്റ്സ് ആണ്, യൂണിറ്റ് സർക്കിളിലെ പോയിന്റ്സ് ആണ്. ഇനി ആർഗ്യുമെന്റ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ആർഗ്യുമെന്റ് 0 ആണ്, സോ ദിസ് ഈസ് എ കോൺസ്റ്റന്റ്. ഇനി ഇതിന്റെ ആർഗ്യുമെന്റ് 2 pi by n ആണ്, ഒമേഗ. ഇതിന്റെ ആർഗ്യുമെന്റ് 4 pi by n ആണ്, 6 pi by n ആണ്. സോ ഈ ടോട്ടൽ ആംഗിൾ 2 pi നെ n പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ്സ് ആണ് ശരിക്കും ഈ കോംപ്ലക്സ് നമ്പേഴ്സ്. സോ ദേ ആർ പോയിന്റ്സ് ഓൺ യൂണിറ്റ് സർക്കിൾ. അങ്ങനെ കണ്ടീഷൻ. അതുപോലെ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്താൽ 1 plus omega square plus etc plus omega raised to n minus 1 ആഡ് ചെയ്താൽ 0 ആണ്. and they are in GP. ഇവരൊക്കെ യൂണിറ്റ് സർക്കിളിലെ പോയിന്റ്സ് ആണ്, മോഡുലസ് 1 ആണ്. യൂണിറ്റ് സർക്കിളിലെ n പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി കിട്ടും. and they are in GP. Okay, 1 plus omega square plus etc omega raised to n minus 1 0 എന്ന് പറയാനുള്ള റീസൺ ഇങ്ങനെ പറയാം. z raised to n is equal to 1 ന്റെ സൊല്യൂഷൻസ് ആയിട്ട് ഓരോന്നും. സോ z raised to n minus 1 0 ആണ്. ഇതൊരു nth ഡിഗ്രി ഇക്വേഷൻ ആണ്. and sum of the roots is minus b by a. ഇവിടെ z raised to n minus 1 ന്റെ കോഎഫിഷ്യന്റ് 0. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്ര വരും, 0. ഇനി ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. and 1 omega square etc omega raised to n minus 1 ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ exactly there are n nth roots of unity and they are of the form, they are in GP 1 omega square etc omega raised to n minus 1
where omega is cos 2 pi by n plus I sin 2 pi by n. I എന്ത് വാല്യൂ ആയാലും ഈ പാറ്റേൺ ആയിരിക്കും വരിക. മോഡൽസ് 1 ആയതുകൊണ്ട് they are points on unit circle. ഇവരെല്ലാം കൂടി ആഡ് ചെയ്താൽ 0 വരുള്ളൂ and they are in G. ഇതേ കാര്യം നമ്മൾ ക്യൂബ് റൂട്ട്സ്, ഫോർത്ത് റൂട്ട്സ്, ഫിഫ്ത്ത് റൂട്ട്സ് ഇതിലോട്ട് പോയാൽ ക്യൂബ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ z ക്യൂബ് 1 ആവുന്ന zകളാണ്. ഇവിടെ പറഞ്ഞതനുസരിച്ച് യൂണിറ്റ് സർക്കിളിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഒരെണ്ണം ഏത് 1 ആണ്. അവിടെ n പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഈ ടോട്ടൽ ആംഗിൾ പിന്നെ നമ്മൾ 2π ആണ്. 2πനെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരെണ്ണം ഇവിടെ വരണം, രണ്ടാമത്തെ ഇവിടെ വരണം. സോ ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് ഒമേഗ ആൻഡ് ഒമേഗ സ്ക്വയർ. അല്ലെങ്കിൽ 1 ഒമേഗ ഒമേഗ സ്ക്വയർ ആർ ക്യൂബ്സ്. 1 റിയൽ, മറ്റേതായി കോംപ്ലക്സ് നമ്പേഴ്സ് ആയി. ഇതിന്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും ഒമേഗ സ്ക്വയർ, ഒമേഗ സ്ക്വയറിന്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും ഒമേഗ. ഒന്നിന്റെ സ്ക്വയർ ആ മറ്റേത്, മറ്റേതിന്റെ സ്ക്വയർ ആയിരിക്കും ഇത്. മറ്റേതിന്റെ സ്ക്വയർ ആയിരിക്കും ഇതെന്ന് പറയാനുള്ള കാരണം ഈ ഒമേഗ ക്യൂബ് റൂട്ട് ആണെങ്കിൽ ഒമേഗ ക്യൂബ് 1 ആണ്. സോ ഒമേഗ റൈസ് ടു 4 ഒമേഗയാണ്. സോ ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ഒമേഗ ഇസ് ഈക്വൽ ടു cos 2π by 3 plus I sin 2π by 3. ഇനി cos 2π by 3 യുടെ വാല്യൂ നമുക്ക് കാണാൻ, cos pi minus pi by 3 or sin pi minus pi by 3 ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും -1 plus √3i by 2. ഇത് -1 by 2 കിട്ടും, sin 2π by 3 that is √3 by 2 കിട്ടും. So -1 by 2 plus √3 by 2 i എന്ന് കിട്ടും. And that is omega. അതേപോലെ omega square is -1 minus √3i divided by 2. ഒന്നുകൂടെ cube roots of unity are 1 omega omega square. അവിടെ പറഞ്ഞതേപോലെ 1 plus omega square 0 ആയിരിക്കും. They are in geometric progression. ഒമേഗയുടെ ക്യൂബ് 1 ആണ് and omega is cos 2π by 3 3 ഡിവൈഡ് ചെയ്തു plus I sin 2π by 3. എക്സാക്ട് വാല്യൂസ് നമുക്ക് ഇവിടെ കാണാം. and cos pi minus pi by 3 is minus cos pi by 3. cos pi by 3 യുടെ വാല്യൂ cos 60 യുടെ വാല്യൂ is 1 by 2. so minus 1 by 2. അതേപോലെ ഇത് √3 by 2. so -1 plus √3i by 2 and -1 minus √3i by 2 ആയിരിക്കും. അപ്പോൾ 1 ഈ രണ്ട് പേര് ഇതാണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഇതേപോലെ ഫോർത്ത് റൂട്ട്സിലോട്ട് പോയാൽ z raised to 4 1 ആവുന്ന വാല്യൂസ് ആണ്. അല്ലെങ്കിൽ യൂണിറ്റ് സർക്കിളിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. അതിൽ ഒന്ന് 1, അപ്പോൾ ഇവിടെ i, ഇവിടെ -1 and -i. so 1 i -1 -i. അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 ഒമേഗ ഒമേഗ സ്ക്വയർ ഒമേഗ ക്യൂബ് where omega is equal to cos 2π by 4 plus I sin 2π by 4. 2π by 4 എന്ന് പറഞ്ഞാൽ pi by 2 cos pi by 2 ന്റെ വാല്യൂ 0 ആണ്, sin pi by 2 ന്റെ വാല്യൂ 1 ആണ് and this is I. so ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ഏതാണ്? I ആണ്. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ I സ്ക്വയർ ആണ്, I സ്ക്വയർ -1 ആണ്. ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ I ക്യൂബ് ആണ്, that is -1. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ സാറ്റിസ്ഫൈ. Now fifth roots of unity are z raised to 5 1 ആവുന്ന points ആണ് and they are 1 omega omega square omega cube and omega raised to 4 where omega is equal to cos 2π by 5 plus I sin 2π by 5. യൂണിറ്റ് സർക്കിളിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. അതിൽ ഒരെണ്ണം ഏതാവും? 1. ഇത്രയും നേരം പറഞ്ഞത് 1 ന്റെ nth റൂട്ട്സ് ആണ്. സപ്പോസ് നമുക്ക് വേണം z raised to n is equal to 1 plus I എന്ന് 1 plus I എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ നമ്മൾ പോളാർ ഫോം എഴുതിയാൽ ഇതിന്റെ മോഡുലസ് is √2. so √2 into cos pi by 4 plus 2k pi plus I sin pi by 4 plus 2k pi. 1 plus I എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇവിടെയാണ് 1 1. so ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ √2 ആണ്. ഈ ആംഗിൾ 1 ഉം 1 ഉം ആയതുകൊണ്ട് tan theta is equal to 1, so this is pi by 4. so അങ്ങനെയാണ് cos pi by 4. ആ pi by 4 നോട് 2k pi ആഡ് ചെയ്താലും again അവിടെ തന്നെ ഇല്ലേ വരിക. so that is 1 plus I. so z raised to n is equal to അതാണ്. so z is equal to ഇതിനെ raised to ഏതെടുക്കേണ്ടി വരും? 1 by cos pi by 4
plus 2k pi plus I sin pi by 4 plus 2k pi and the all raised to 1 by. De Moivre's formula apply here. K belongs to z and k യുടെ values ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാം and substitute ചെയ്യാം. നേരത്തെ ചെയ്ത അതേപോലെ നമുക്ക് വാല്യൂസ് കാണാം. പക്ഷെ അതുപോലുള്ള എക്സാമ്പിൾസ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നു. പക്ഷെ എന്നാൽ പോലും ചില കേസുകൾ നമുക്ക് പെട്ടെന്ന് പറയാം. ഇപ്പോൾ z cube is equal to 8 ആവുന്ന z ന്റെ വാല്യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ z cube is equal to 8 ആവുന്ന ഒരു വാല്യൂ നമുക്കറിയാം, z is equal to 2 ആണ്. ബാക്കിയുള്ള വാല്യൂസ് 2 ഒമേഗ ആയിരിക്കും, 2 ഒമേഗ സ്ക്വയർ. അതായത് 8 into 1 അല്ലേ. സോ ക്യൂബ് റൂട്ട് എടുക്കുന്ന സമയത്ത് 2 into 1 ന്റെ ക്യൂബ് റൂട്ട്സ് ഏതൊക്കെയാ? 1 ഒമേഗ ഒമേഗ സ്ക്വയർ. നേരെ തിരിച്ച് നോക്കൂ, 2 ക്യൂബ് 8 ആണ്. 2 ഒമേഗയുടെ ക്യൂബോ 2 ക്യൂബ് 8 ഒമേഗ ക്യൂബ് 1. 2 ക്യൂബ് 8 ഒമേഗ raised to 6 1. അപ്പോൾ ചില കേസുകൾ നമുക്ക് ക്യൂബ് റൂട്ടുകളുടെ കേസ് നേരത്തെ പറഞ്ഞ 1 ഒമേഗ ഒമേഗ സ്ക്വയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് എളുപ്പം പറയാം. ഇതേപോലെ z cube is equal to -8. z is equal to ഒരു കാര്യം പറയാം, -8 വരണമെങ്കിൽ -2 ന്റെ ക്യൂബ് ആണ്. സോ -2 ഒമേഗ -2 ഒമേഗ സ്ക്വയർ. ക്യൂബ് റൂട്ട്സ് പ്രത്യേകിച്ച് ഈ രീതിയിൽ നമുക്ക് എളുപ്പം പറയാം ചില കേസുകൾ. അല്ലാതെ വരുന്ന ജനറൽ കേസുകളൊക്കെ നമ്മൾ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് ആർഗ്യുമെന്റിന്റെ കൂടെ 2k pi കൂടെ ആഡ് ചെയ്ത് റേസ് ടു 1 by n എടുത്ത് k യുടെ വാല്യൂ നേരത്തെ പറഞ്ഞ മാതിരി 1 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോ വാല്യൂസ് കണ്ടെത്താം. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട്സ് ഓഫ് -8i. ക്യൂബ് റൂട്ട് കാണുന്നതിന് മുമ്പ് നമ്മൾ ഈ -8iനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 8i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ വരുന്നത് ഇവിടെയാണ്, നെഗറ്റീവ് y ആക്സിസ്. സോ ഈ ലെങ്ത് വരാൻ പോകുന്നത് 8 ആണ്. സോ ആറിൻ്റെ വാല്യൂ 8 ആണ്. ആൻഡ് ഈ ആംഗിൾ ഇസ് -π/2. സോ arc z is -π/2. സോ ഈ കോംപ്ലക്സ് നമ്പർ നമുക്ക് ഇങ്ങനെ എഴുതാം, 8 into cos -π/2 plus 2k pi plus I sin -π/2 plus 2k pi. നമ്മൾ 2k pi കൺസിഡർ ചെയ്യണം, റേസ് ടു 1/3 ഒക്കെ എടുക്കാനുണ്ട്, അതുകൊണ്ടാണ്. സോ where k belongs to z, k can take any integer values. ഇനി -8i the all raised to 1/3 ആവേണ്ടത്. സോ ദാറ്റ് ഈസ് 8 raised to 1/3 into ബാക്കി വരാവുന്നത്. സോ ബൈ ഡി മോയ്വേഴ്സ് ഫോർമുല ഇത് ഈ 8 raised to 1/3 എന്ന് പറഞ്ഞാൽ ഇത് മോഡുലസ് ഇല്ല, അതെപ്പോഴും റിയൽ നമ്പർ ആയിരിക്കും. ഇത് ഈ പോർഷൻ റിയൽ നമ്പർ ആണ്, പോസിറ്റീവ് ആണ്, നമുക്കറിയാം 2 ക്യൂബ് ആണ് 8. സോ ദിസ് 2 ഇൻറ്റു ബാക്കി വരിക cos -π/2 പ്ലസ് 2k pi ഡിവൈഡഡ് ബൈ 3 പ്ലസ് I sin -π/2 പ്ലസ് 2k pi ഡിവൈഡഡ് ബൈ 3. ഇത്രേ വരുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ കെയുടെ വാല്യൂ k ബിലോങ്സ് ടു z എന്നാണ്. പക്ഷേ കെയുടെ വാല്യൂ നമ്മൾ ഏതൊക്കെ കൺസിഡർ ചെയ്താൽ മതിയാവും? 0 1 2 3 വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്താൽ മതിയാവും. ആ ഓരോ വാല്യൂസും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തൊക്കെയാണ് ഈ വാല്യൂസ് വരുന്നതെന്ന് നോക്കാം. ഫോർ k is equal to 0 1 2 അങ്ങനെ 3 വാല്യൂസ് അല്ലേ. അപ്പോൾ ആ 3 ഞാൻ എഴുതാണ്. k is equal to 0 ആവുന്ന സമയത്ത് 2 into cos -π/6 plus I sin -π/6. അതാണ് ഒരു കേസ് വരിക. രണ്ടാമത്തത് കെയുടെ വാല്യൂ 1 ആവുന്ന സമയത്ത് 2 times cos -π/2 plus 2π/3 plus I sin -π/2 plus 2π/3. ലാസ്റ്റ് ഒന്നും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് 2 into cos -π/2 plus 4π/3 plus I sin -π/2 plus 4π/3.
by 3. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമ്മൾ കണ്ടുവരിക. സോ ആദ്യത്തത് 2 into cos minus theta is cos theta, cos pi by 6, cos 30, that is root 3 by 2, plus I into sin minus theta is minus sin theta, so അത് നെഗറ്റീവ് ആവും. ആൻഡ് sin pi by 6 വരും. sin pi by 6ന്റെ വാല്യൂ 1 by 2. സോ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐ ഇല്ലേ, ഇവിടെ ഐ ഉണ്ട്, ഐ. സോ ദിസ് ഇസ് 2 കട്ട് ചെയ്ത് പോകും. 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് root 3 minus I ആയിരിക്കും, ഒരു റൂട്ട്. രണ്ടാമത്തത് 2 into സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് വരാൻ പോകുന്നത് മൈനസ് പൈ പ്ലസ് 4π വരും ബൈ ഒരു 2 by 3 ഇങ്ങനെ വരാം. സോ ദിസ് ഇസ് 3π, 3 കട്ട് ചെയ്യും. സോ ദാറ്റ് ഇസ് പൈ ബൈ 2. സോ 2 cos pi by 2 എന്ന് വരാം. cos pi by 2ന്റെ വാല്യൂ 0 അല്ലേ, 0 പ്ലസ് ഐ ഇൻറ്റു അതേപോലെ ഇപ്പുറത്തും പൈ ബൈ 2, സൈൻ പൈ ബൈ 2ന്റെ വാല്യൂ 1 ആണ്. സോ ദാറ്റ് ഈസ് 2i. മൂന്നാമത്തെ നോക്കുമ്പോൾ വീണ്ടും ഇത് ഈ ഒരു പോർഷൻ ഉണ്ട്, സിംപ്ലിഫൈ നോക്കണം. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് പൈ പ്ലസ് 4π, 8π, minus pi plus 8π divided by 2 by 3 വരും. So this is 7π, 7π by 6 വരും. And 7π by 6 എന്നുള്ളത് that is 6π plus പൈ അല്ലേ. സോ അതിന് നമുക്ക് 6 വെച്ച് ഡിവൈഡ് ചെയ്യാനുണ്ടല്ലോ. സോ പൈ പ്ലസ് പൈ ബൈ 6 വരും. So plus cos pi plus pi by 6 plus I sin pi plus pi by 6. Now what is cos pi plus pi by 6? Minus cos pi by 6 area. So this is 2 into minus root 3 by 2 plus and sin pi plus pi by 6 minus കാരണം third quadrant വരും, minus sin pi by 6 area. So minus 1 by 2. 2 ഒരു ഐ ഉണ്ട്. സോ 2 ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് റൂട്ട് 3 മൈനസ് ഐ. സോ ദ റൂട്ട്സ് ആർ റൂട്ട് 3 മൈനസ് ഐ, 2i ആൻഡ് മൈനസ് റൂട്ട് 3 മൈനസ് ഐ. അപ്പോൾ ഇത്തിരി പണിയുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. 8iയുടെ മൈനസ് 8i ഇത് ഓൾ റേസ് ടു 1 by 3 അല്ലേ, ക്യൂബ് റൂട്ട്സ് അല്ലേ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു റൂട്ട് കണ്ടെത്തിയാൽ മതി. ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് 8i വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ 8 വരുന്ന നമ്പർ നമുക്കറിയാം 2 ആണ്. ആൻഡ് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് മൈനസ് ഐ ആണ്. ഐ ക്യൂബ് മൈനസ് ഐ ആണ്. അപ്പോൾ അങ്ങനെ ഓർക്കാം, ഐ സ്ക്വയർ മൈനസ് 1, ഐ ക്യൂബ് മൈനസ് ഐ. സോ 2i. ഒരു റൂട്ട് 2i ആണ്. അപ്പോൾ അടുത്ത റൂട്ടോ 2i ഒമേഗ, അടുത്ത റൂട്ടോ 2i omega square. So that is 2i. Now 2i into, now what is omega? Minus 1 by 2 plus root 3 by 2i. And 2i into the omega square minus 1 by 2 minus root 3 by 2i. So simplify the സമയത്ത് 2i, 2 ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു ഐ വെച്ചും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും മൈനസ് ഐ plus root 3 I square. I square is minus 1. So minus root 3 minus I. And dividing 2 ഒക്കെ കട്ട് ചെയ്ത് I വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഐ പ്ലസ് റൂട്ട് 3 വരും. സോ റൂട്ട് 3 മൈനസ് ഐ. ഇതാ 3 റൂട്ട്സ്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയിരുന്ന റൂട്ട്സ്. റൂട്ട് 3 മൈനസ് ഐ ഒന്ന്, 2i രണ്ടാമത്തത്, മൈനസ് റൂട്ട് 3 മൈനസ് ഐ. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. ഒരു കുഴപ്പമില്ല, കറക്റ്റാണ്. പക്ഷേ ഇത് ക്യൂബ് റൂട്ടും നമുക്ക് ഒരു വാല്യൂ കാണാൻ എളുപ്പത്തിൽ പറ്റിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്, ഈ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ചത്. അല്ലാത്ത കേസിൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നെ കാണണം. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട്സ് ഓഫ് റൂട്ട് 3 പ്ലസ് ഐ. അപ്പോൾ ആദ്യം എന്തായാലും നമുക്കിതിനെ പോളാർ ഫോമിലോട്ട് മാറ്റണം. സോ റൂട്ട് 3 പ്ലസ്, സോ ഇൻ പോളാർ ഫോം root 3 plus I is equal to
root of x square plus y square ചെയ്യുമ്പോൾ 3 plus 1 4 ആയി root of 4 that is 2 modulus 2 ആണ്. Now argument tan alpha is equal to modulus of y by mod x എടുക്കുമ്പോൾ 1 by root 3 ആയി alpha is equal to pi by 6 ആവും and first quadrant so pi by 6 തന്നെ. So into cos pi by 6 plus 2k pi plus I sin pi by 6 plus 2k pi. K belongs to z. നമുക്ക് root 3 plus I the all raised to 1 by 2 ആവേണ്ടേ. So right side അതേപോലെ raised to 1 by 2 എടുക്കുന്നു. Applying de Moivre's formula അതൊക്കെ എഴുതിക്കോളൂ. നമുക്ക് left 2 ന്റെ raised to 1 by 2 that is root 2 വരും. And ഉള്ളിൽ cos pi by 6 plus 2k pi divided by 2 എന്നാവും. de Moivre's formula കൂടെ അപ്ലൈ ചെയ്താൽ into sin pi by 6 plus 2k pi by 2 വരും. ഇനി k യുടെ വാല്യൂ നമ്മളെല്ലാം കണ്ട 0യും 1ഉം. ഓക്കെ, k വാല്യൂ 0യും 1 ആവുന്ന സമയത്ത് k is equal to 0, 1. രണ്ട് കേസും ഞാൻ എഴുതാണ്. k equal to 0 ആവുന്ന സമയത്ത് root 2 into cos pi by 2k pi 0 ആയി. So pi by 12 ആവും plus I sin pi by 12. അപ്പോൾ ഇവിടെ പ്രശ്നം cos pi by 12ന്റെ വാല്യൂ കാണുക എന്നുള്ളൊരു ഇത്തിരി പ്രശ്നമുള്ള കാര്യം അവിടെ കിടക്കുന്നുണ്ട്. ആൻഡ് root 2 into cos kയുടെ വാല്യൂ 1 എന്നെടുത്തു കഴിഞ്ഞാൽ 2 pi plus pi plus pi by 12 വരും. plus I sin pi plus pi by 12. നമ്മൾ 2 രണ്ടിനും കൊടുത്തു, 2 കട്ട് ചെയ്ത് പോകും. കെയുടെ വാല്യൂ 1 കൊടുത്തു. സോ ഈ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മതി. പൈ ബൈ 12 ആവും. 2 ഇങ്ങോട്ട് പോകുമ്പോൾ 2 ഇവിടെ പോകുമ്പോൾ 2 കട്ട് ചെയ്ത് പോയിട്ട് കെയുടെ വാല്യൂ 1 കൂടെ എടുക്കുമ്പോൾ പൈ പ്ലസ് പൈ ബൈ 12 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു root 2 into cos pi by 12 plus I sin pi by 12. ഇവിടെ cos pi plus theta is minus cos theta, so root 2 into minus cos pi by 12, and sin pi plus theta is also minus sin theta, so minus I sin pi by 12. So sininteയും cosiന്റെയും pi by 12 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കാണാന്നുള്ളതാണ് ഇതിന്റെ അടുത്ത പരിപാടി. ആ വാല്യൂസ് കാണാൻ cos square theta is equal to 1 plus cos 2 theta by 2 എന്നുള്ളത് അപ്ലൈ ചെയ്യാം. അതേപോലെ sin square theta is equal to 1 minus cos 2 theta by 2. എന്നിട്ട് തീറ്റയുടെ വാല്യൂ pi by 6 എന്ന് കൊടുത്ത് pi by 12 എന്ന് കൊടുത്താൽ cos square pi by 12 is equal to 1 plus cos pi by 6 വരും. ഈ cos pi by 6ന്റെ വാല്യൂ അറിയുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. So that is cos pi by 6 is cos 30. Cos 30 is root 3 by 2. So 1 plus root 3 by 2 divided by 2i, and that equals 2 simplify. So 2 plus root 3 divided by 4. ഇതാണ് cos square pi by 12. And ഇവിടെ ഒറ്റ ചേഞ്ചേ ഉള്ളൂ. So sin square pi by 12 was 2 minus root 3 by 4. So cos pi by 12 ലോട്ട് പോയാൽ ഇതിൻ്റെയും റൂട്ട് എടുക്കണം. സോ റൂട്ട് ഓഫ് 2 plus root 3 by 2. And sin pi by 12 equals root of 2 minus root 3 by 2 എന്ന് വരും. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് ഇവിടെ വേണ്ടത്. സോ ദിസ് ഈക്വൽസ് root 2 into root of 2 plus root 3 divided by 2 plus I into root of 2 minus root 3 divided by 2. And ഈ രണ്ടാമത്തത് ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ
ആദ്യത്തേനെ ഒരു പ്ലസ് ഓർ മൈനസ് എന്നാക്കി കൺക്ലൂഡ് ചെയ്യുന്നു. ഇനി വേണമെങ്കിൽ റൂട്ടും ടൂവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ റൂട്ട് വരും. സോ ഇങ്ങനെയും എഴുതാം, റൂട്ട് ഓഫ് 2 + √3 divided by 2 plus root of 2 minus √3 divided by 2i. അതിൻ്റെ പ്ലസ് ഓർ മൈനസ്. ഷോ ദാറ്റ് cos 3 theta is equal to അതേപോലെ sin 3 theta is equal to, ഇത് cos 3 theta sin 3 theta ഐഡന്റിറ്റി ആണ്. അത് വേണമെങ്കിൽ 4 cos cube theta minus 3 cos theta എന്നുള്ളത് sin square theta ഒന്ന് 1 minus cos square theta എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് 4 cos cube theta minus 3 sin theta നമ്മൾ സാധാരണ ട്രിഗണോമെട്രിയിൽ ഉപയോഗിക്കുന്ന ഐഡന്റിറ്റിയാണ്. അതുപോലെ തന്നെ cos 4 theta cos 5 theta ഒക്കെയും ഈ കോംപ്ലക്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. cos theta plus I sin theta the all raised to 3 is equal to cos 3 theta plus I sin 3 theta. ഇത് de Moivre's ഫോർമുല. അപ്പോൾ അത് നമ്മളായിട്ടുണ്ട്. നൗ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുക, അതായത് cos theta plus I sin theta എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. a plus b the whole cube, that is a cube plus 3a square b, so cos square theta into I sin theta, 3ab square, so 3 cos theta into b square, that is I square sin square theta plus b cube I cube sin cube theta. So that is cos cube theta plus I into 3 cos square theta sin theta. Now I square is -1, so minus 3 cos theta sin square theta, and I cube is minus I, so minus I sin cube theta. So in the real partum imaginary partum separate ചെയ്ത് cos cube theta minus 3 cos theta sin square theta plus I into I ഉള്ള പോർഷൻ എഴുതിയാൽ 3 cos square theta sin theta minus sin cube theta എന്ന് വരും. ഇതിനെ നമുക്ക് 1 എന്ന് കൊടുക്കാം, ഇതിനെ 2 എന്ന് കൊടുക്കാം. സോ ഫ്രം 1 and 2, 1ന്റെയും 2ന്റെയും റൈറ്റ് സൈഡുകൾ സെയിം ആയിരിക്കണം. റൈറ്റ് സൈഡ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്, അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെയിം ആയിരിക്കണം. സോ cos 3 theta എന്ന് പറയുന്നത് ഇതാവണം ആൻഡ് sin 3 theta എന്ന് പറയുന്നത് ഇതാവണം. വി ഗെറ്റ് cos 3 theta is equal to cos cube theta minus 3 cos theta sin square theta, sin theta minus sin cube theta. ഇതേപോലെ നമുക്ക് cos theta plus I sin theta all raised to 4 എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ a plus b all raised to 4 എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് cos 4 theta എക്സ്പാൻഷനും sin 4 theta എക്സ്പാൻഷനും ഒക്കെ അപ്ലൈ ചെയ്യാം. സ്കെച്ച് ദ റീജിയൻസ്. അപ്പോൾ ഇത് അത്യാവശ്യം ഗ്രാഫിക്കൽ ഐഡിയയും കോംപ്ലക്സ് നമ്പേഴ്സ് അറിയുന്ന ആൾക്ക് പെട്ടെന്ന് വരച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ നോക്കിയാൽ റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ റിയൽ സെഡ് എക്സ് ആണ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ, അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, ആൻഡ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇതാണ്, ആൻഡ് വൈ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ താഴേക്കാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു പോർഷനാണ്. ദിസ് ഇസ് ദ റീജിയൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി രണ്ടാമത്തത് പറയുന്നതിന് മുമ്പ് ഞാൻ അവസാനത്തെ എടുക്കുകയാണ്. മോഡ് സെഡ് ലൈസ് ബിറ്റ്വീൻ 2 and 4. മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് 2 ആയിട്ടുള്ള പോയിന്റ്സിന്റെ കളക്ഷനാണ്. ദാറ്റ്സ് എ സർക്കിൾ ഓഫ് റേഡിയസ് 2 ആണ്. ഇതാണ് മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2. മോഡ് ലെസ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ 2 ആയിട്ടുള്ള എല്ലാ ആളുകളും എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിലായിരിക്കും. മോഡ് സെഡ് ഈക്വൽ ടു 4 ആവുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ 4 ആവുന്ന പോയിന്റ്സ്. അപ്പോൾ അത് അഗൈൻ സർക്കിൾ ആയിരിക്കും വിത്ത് സെന്റർ
ഒറിജിൻ ആൻഡ് റേഡിയസ് 4 ഇതിലെ പോയിന്റ്സ് ആയിരിക്കും. മോഡ് സെഡ് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഈ പോർഷനിലെ ആളുകൾക്കാണ് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക? മോഡുലസ് ലൈസ് ബിറ്റ്വീൻ 2 and 4. ഇനി ബിയിലോട്ട് വന്നാൽ മോഡ് z+3 ആണ്. അപ്പോൾ അത് ഞാൻ ഈ 2 ഒന്ന് പുറത്തെടുക്കുന്നു. സോ 2 പുറത്തെടുത്ത് ഞാൻ മോഡുലസ് ഓഫ് z+3/2 ഗ്രേറ്റർ ദാൻ 4 എന്നാവും. മോഡ് z+3/2 > 2 എന്ന് വന്നു. ഇനി അറിയേണ്ടത് മോഡുലസ് ഓഫ് z - z1 അല്ലെങ്കിൽ z1 - z2 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ z1 and z2 ആണ്. z1 z2ന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഇത് ശരിക്ക് ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് മോഡുലസ് ഓഫ് z - 3/2 -3/2 ആയിട്ട് ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ 2 ആവുന്ന പോയിന്റ്സ്. സോ ഇത് സ്കെച്ച് ചെയ്യുന്ന സമയത്ത് -3/2 എന്ന് പറഞ്ഞ പോയിന്റും ഈ സെഡിന്റെ പ്രത്യേകത -3/2 എന്ന് പറഞ്ഞ പോയിന്റ് -3/2 എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ -3/2. സോ -3/2 എന്ന് പറഞ്ഞ പോയിന്റുമായിട്ട് ഉള്ള ഡിസ്റ്റൻസ് ഇതാണ് ഇത് പറയുന്നത്. ഡിസ്റ്റൻസ് ഓഫ് z ഫ്രം -3/2 അത് 2-നേക്കാൾ വലുതാണ്. സോ അത് 2-നേക്കാൾ വലുതാവുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -3/2 ആയിട്ട് ഡിസ്റ്റൻസ് 2-നേക്കാൾ വലുതാവുന്ന എല്ലാ പോയിന്റ്സും ഈ സർക്കിളുള്ള പോയിന്റ്സിലൊക്കെ ഡിസ്റ്റൻസ് ഫ്രം -3/2 2 ആവും. ഇതിനേക്കാൾ വലുതാണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങോട്ടുള്ള എല്ലാ പോയിന്റ്സും അവിടെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. So exterior of the circle with center -3/2 and radius 2. Modulus of z -3/2 equal to 2 എന്ന് പറയുന്നത് സർക്കിൾ ആണ്. സർക്കിളിലെ പോയിന്റ്സിനാണ് ഡിസ്റ്റൻസ് ഫ്രം -3/2 is equal to 2 ആവുന്നത്. അപ്പോൾ അതിന്റെ പുറത്തുള്ള പോയിന്റ്സ്. മൂന്നാമത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് z - 1 z-ഉം 1-ഉം ആയിട്ടുള്ള ഡിസ്റ്റൻസ്. മോഡുലസ് ഓഫ് z+1 z-ഉം -1-ഉം ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 1 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, അതിവിടെയാ. -1 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഇതിന്ന് രണ്ടിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ സമ്മ് 4 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. സം ഓഫ് ദ ഡിസ്റ്റൻസസ് ഫ്രം 2 ഫിക്സഡ് പോയിന്റ്സ് ഈസ് എ കോൺസ്റ്റന്റ്. The collection of points, collection of z, the locus of z, sum of whose distances from 2 fixed points is a constant എന്ന് പറയുന്നത് അതൊരു എലിപ്സ് ആണ്. എലിപ്സ് ആവില്ല. എലിപ്സിന്റെ സെന്റർ ഒറിജിൻ ആവില്ല. പക്ഷെ എലിപ്സിന്റെ ഫോക്കസുകൾ ഒന്ന് -1-ഉം രണ്ടാമത്തെ 1-ഉം ആണ്. ആൻഡ് ഈ ലെങ്ത് എന്ന് പറയുന്നത് 2a ആയിരിക്കും. സോ 2a is equal to ഇവിടെ എത്രയാ? 4 ആണ്. സോ a equal to 2 ആണ്. സോ ഇത് പോയിന്റ് 2 ആണ്, ഈ പോയിന്റ് -2 ആണ്. ഈ ടോട്ടൽ ലെങ്ത് അതായത് വെർട്ടിസസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് 2a, അത് എക്സാക്ട്ലി 4 ആണ്. സോ ദിസ് ഇസ് ആൻ എലിപ്സ് വിത്ത് ഫോസൈ -1 and 1. Assignment. Obtain the expansions of cos 4 theta, sin 4 theta using De Moivre's formula. And രണ്ടാമത്തെ find the square rootഉം ക്യൂബ് റൂട്ടും ഒക്കെ ഉണ്ട്. അതിൽ സെക്കൻഡ് വൺ എളുപ്പം കാണാം. -1 / 1/3 ആണെങ്കിൽ ഒരെണ്ണം -1 ആണ്. ആൻഡ് രണ്ടാമത്തെ -1 ഒമേഗ, മൂന്നാമത്തെ -1 ഒമേഗ സ്ക്വയർ. ആൻഡ് -16 / 1/4. 16 / 1/4 ആയിരുന്നെങ്കിൽ ഒന്ന് 2 ആയനെ. സോ 2 -2 2y -2y ഫോർത്ത് റൂട്ട്സ് ഉപയോഗിച്ചാൽ മതി. അത് ഇവിടെ പറ്റില്ല. സോ ബാക്കിയുള്ള കേസുകൾ നമ്മൾ പോളാർ ഫോമിൽ എഴുതിയിട്ട് കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസ് ചെയ്ത അതേപോലെ തന്നെ ചെയ്യണം. ഇതോടെ 5th സെമസ്റ്ററിലെ ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ പേപ്പറിലെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിൽ അവസാനം ഡീൽ ചെയ്ത കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 6th സെമസ്റ്ററിൽ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറഞ്ഞ പേപ്പറുണ്ട്. അതേപോലെ ആദ്യം ഡീൽ ചെയ്ത് റിയൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് റിയൽ ഫംഗ്ഷൻസും അതിന്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന റിയൽ അനാലിസിസ് എന്ന് പറയുന്ന പേപ്പർ 6th സെമസ്റ്ററിലുണ്ട്.
അപ്പൊ ഈ സെമസ്റ്ററിൽ ഇതൊരു തിയറി പേപ്പറാണ്, അതുകൊണ്ട് തന്നെ തിയറംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്രോബ്ലംസിനേക്കാൾ കൂടുതൽ. പ്രോബ്ലംസ് ചോദിക്കില്ല എന്നല്ല. തിയറംസ് പഠിക്കുന്ന സമയത്ത് ആരുടെങ്കിലും പേരിലുള്ള തിയറംസ് ആണെങ്കിൽ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി, ബോൾസാനോ-വിയർസ്ട്രാസ് തിയറം, ഡെൻസിറ്റി തിയറം, ഇങ്ങനെയുള്ള പേരുള്ള തിയറംസ് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ തിയറംസ് ലെങ്തി ആണെങ്കിൽ അതിനെ സബ് ഡിവൈഡ് ചെയ്യുക, ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജ് വരെ എത്താൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്തി ആയിട്ട് തിയറം നമുക്ക് ചെറുതായിട്ട് തോന്നും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്.